Hey all, how are you? എന്തൊക്കെയാണ്? അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഐ ആം ബാക്ക്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ നോക്കൂ, നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല സൺറൈസൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 5 days റൈഡിന് ഇറങ്ങിയതാണ്. കാലിക്കറ്റ് ടു ട്രിവാൻഡ്രം. നമ്മുടെ ലാസ്റ്റ് റീല് കണ്ടവർക്കറിയാം, ലഹരിക്കെതിരെയുള്ള റൈഡാണ്. അപ്പോൾ നമ്മൾ പൂരൂരുള്ള ഒരു LK ഫൗണ്ടേഷൻ എന്ന് പറയുന്ന NGO ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന റൈഡാണ്. അപ്പോൾ ഓക്കെ ഓൾ, നമുക്ക് ഇനി 5 daysലെയും വീഡിയോസ് ഉണ്ടാവും. പിന്നെ എന്തായാലും പോയി വരാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹംസക്ക ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ അർഷാദ് ഭായ്, സീർ ഭായ്, അങ്ങനെ കുറച്ച് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരാളുടെ സൈക്കിളിന് ഹാങ്ങറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഒടുങ്ങി. അങ്ങനെ അവർ വഴിയിലാണ്. അപ്പോൾ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. സെറ്റല്ലേ? നമ്മളെങ്ങോട്ടാ? തിരുവനന്തപുരം. പൊളിക്കണ്ട നമുക്ക്. എല്ലാവരും ഫുൾ ഓൺ ചില്ലുംപൊളിയിലാണ്. അപ്പോൾ നമ്മൾ കാരുണ്യതീരം ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും JCs കാര്യങ്ങളൊക്കെ സെറ്റായി വരികയാണ്. മേലെ കാണുന്നത് ഇവിടെ നിന്നുകൊണ്ട് പഠിക്കുന്ന സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇവിടെ അവർക്കുള്ള പഠന സൗകര്യം, ജോലി, പരിശീലനം എല്ലാം ഉണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് ടാറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഉദ്യമം. അപ്പോൾ നമ്മളെ സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാവരും പോവുകയാണ്. നമ്മൾ നേരെ പൂനൂര് ടൗണിലേക്ക് പോവാണ്. അവിടെ ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാവരും ഓരോരോ സജ്ജീകരണങ്ങളിലാണ്. കേരള എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ NSSന്റെ കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് കോളേജിലെ കുട്ടികളുടെ ഫ്ലാഷ് മോബ് ഉണ്ട്. വേദിയിൽ നജീബ് കാന്തപുരം, പിന്നെ സച്ചിൻ ദേവ് MLA, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഉദ്ഘാടനത്തിന്. ഉദ്ഘാടനത്തിലെത്തിയ CI സാറ് ഹംസക്കാട് വിഷയങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതാണ് നമ്മളെ ജൂനിയർ ആയിട്ടുള്ള ഷാമില്. അപ്പം സാറ് ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മൾ ഏകദേശം 25ഓളം സൈക്ലിസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ പൂനൂർ ടൗണിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് സപ്പോർട്ടായിട്ട് പോലീസിൻ്റെ കുറച്ച് മാരത്തോൺ റണ്ണേഴ്സ് നമ്മുടെ മുന്നിൽ ഓടുന്നുണ്ട്. ഏകദേശം താമരശ്ശേരി വരെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ കാണുന്നവരാണ് നമ്മളെ റൈഡേഴ്സ്. ചില്ലറക്കാരൊന്നുമല്ല, നാഷണൽ സൈക്ലിസ്റ്റുകളുണ്ട്, പിന്നെ സ്റ്റേറ്റിന് വേണ്ടി ചവിട്ടിയവരുണ്ട്, ഏഷ്യൻ ഗെയിംസ് പങ്കെടുത്തവരുണ്ട്. നമ്മൾ കൊടുവള്ളി എത്തിയിട്ടുണ്ട്. താമരശ്ശേരി റൂട്ടിലാണ് വന്നത്. കൊടുവള്ളി എത്തി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ രീതിയിലൊരു വെൽക്കമും കാര്യമൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ മാനാഞ്ചിലെത്തി. അതിനിടയ്ക്ക് സിവിലിൻ്റെ അടുത്തും കുന്നുവാങ്ങലൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നതാണ്. ഇനി ഇവിടെ SK പൊറ്റക്കാടിൻ്റെ പ്രതിമേൻ്റെ അടുത്താണ് പരിപാടി ഉള്ളത്. റൈഡേഴ്സ് ആണോ? പിള്ളേരൊക്കെ ഒരേ പൊളി. എല്ലാവരും ഉണ്ടെന്ന് ഇവിടെ. സെറ്റല്ലേ? ഇവിടെ SM സ്ട്രീറ്റിലെ SK പൊറ്റക്കാരൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്നതാണ്. ഇവിടെ കുറച്ച് മീഡിയ കവറേജ് ഉണ്ട്, പിന്നെ ഫ്ലാഷ് മോബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വന്നതാണ്.
ഒരുപാട് സപ്പോർട്ട് ഉണ്ട് യാത്രയിലുടനീളം. നമ്മളൊരു സ്പോൺസറാണ് പുള്ളി, കാലിക്കറ്റ് പുള്ളി ഉണ്ടാവുന്ന പാർട്ട്. നമ്മൾ മാനാഞ്ചിറയിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫറോക്ക് ഭാഗത്താണ് പോകുന്നത്. ഏകദേശം ഫറോക്ക് എത്താനാവുന്നുണ്ട്. നമ്മൾ പട്ടി വഴി ഓടിച്ചു. കാർത്തിക്കിനാണ് ഓടിച്ചത്. പിന്നെ അത് കുറേ നേരം നമ്മൾ വഴി പോയി. നമ്മൾ ഏകദേശം രാമനാട്ടിൽ എത്താനായിട്ട് നെക്സ്റ്റ് ഇവിടെയാണ് ഫംഗ്ഷൻ വരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നു. നമ്മൾ രാമനാട്ട് വരെ എത്തിയിട്ടുണ്ട്. എന്താ കൈസ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഫ്രൂട്ട്സ് നമുക്ക് സെറ്റ് ചെയ്യണം. സാധനം തന്നില്ല. പിള്ളേര് പണ്ടേ കോമഡിയാണ്. നമുക്ക് കുറെ വണ്ടികളുണ്ട്. ഒന്ന് നമ്മുടെ മനാഫ് ഭായിൻ്റെ ലോറിയാണ്. പിന്നെ ഇതിലാണ് നമ്മുടെ ആക്സറീസ് കാര്യങ്ങളൊക്കെ വെച്ചത്. ബേക്കപ്പ് സൈക്കിളുകൾ, ടയേഴ്സ്, ബാക്കിയുള്ള ടൂൾസ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അങ്ങനെ നമ്മൾ രാമനാട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ബൈപ്പാസിൽ കയറി. സത്യം പറഞ്ഞാൽ ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് സൈക്കിൾ ചെയ്യുന്നത്. കാരണം നമ്മൾ രാമനാട്ടുകാർ വരെയാണ് നമ്മൾ മോർണിംഗ് റൈഡിനൊക്കെ വന്ന് ബൈപ്പാസ് യൂസ് ചെയ്യാറ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് രക്ഷയിലിട്ട് അടിപൊളി. കാരണം ഫുള്ള് റോഡ് ഹൈറ്റിൽ പൊക്കിയതിന് ശേഷമുള്ളതാണ്. കാരണം ഇവിടെ മൊത്തം ഹൈറ്റും കയറ്റങ്ങളും ഇറക്കങ്ങളും ആയിരുന്നു ഈ റോഡ് പണ്ട്. പക്ഷേ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, രക്ഷയില്ലാത്ത. പക്ഷേ ഈ റോഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൽ കയറ്റം നമ്മളറിയില്ല. ചെറിയ സ്ലൈറ്റായിട്ടുള്ള കയറ്റം നോക്കുമ്പോൾ കയറ്റണമെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ മെല്ലെ അങ്ങനെ ഒരു പിടുത്തം വരും. ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാവുക കയറ്റാന്നുള്ളത്. പക്ഷേ ഇറക്കം അടിപൊളി. പിന്നെ കൂടുതൽ നോർമൽ റോഡാണ്. എന്തായാലും നമുക്ക് ഓവർ ലോ ഗിയറിലേക്ക് പോവാതെ നമുക്കൊരു നോർമൽ സ്പീഡിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. എന്തായാലും റോഡ് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ മുന്നിൽ നമ്മളെ പിള്ളേർ സൈഡായിട്ട് ഇരിക്കുന്നത് കാണുന്നുണ്ടെന്ന് പോയി നോക്കട്ടെ സംഭവമൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ മസിൽ പെയിനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവും. രാവിലെ ചവിട്ടുന്നതല്ല. നമുക്ക് ഏത് യാത്ര പോകുമ്പോൾ ഒരുപാട് പുതിയ സുഹൃത്തുബന്ധങ്ങൾ കിട്ടാറുണ്ട്. അതുപോലെ കിട്ടിയതാണ് യാത്രയുടെ ഏക ലക്ഷ്യം ഞങ്ങളോടൊപ്പം പേര് വരുന്നത് അമൽ, റിദാൻ, കാർത്തിക്, അൻഷേഫ്, ബ്രോ പേര് റോഷൻ. യെസ്, മറന്നുപോയി. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ കിട്ടിയ സൗഹൃദങ്ങളാണിത്. അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ ഇറങ്ങിയാണ്. അപ്പം എല്ലാ വണ്ടികളും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളെ സൈക്കിൾസ് വരുന്നത്. സ്വന്തം വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്ന സിനാൻ. ഇതൊരു നോർമൽ ഹൈബ്രിഡ് ആണ് റാലിയുടെ. പിന്നെ സിനാൻ്റെ പോളിഗണിൻ്റെ X2, നമ്മുടെ മെറിഡ. പിന്നെ ഹർഷാബായിൻ്റെ കനോണ്ടയിൽ സ്നാപ്സാണ്. പിന്നെ ഇതൊരു കസ്റ്റം ബൈക്കാണ്. BMCൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. വണ്ടി ഏതാണെന്നറിയില്ല. പിന്നെ ഇത് റിവേഴ്സ് സൈഡ്. പിന്നെ അവിടെ ഒരു മാരിൻ ഉണ്ട്. ഹംസഖാൻ്റെ ട്രക്ക് ഉണ്ട്. റോക്ക് റൈഡർ ST 540 ഉണ്ട്. പിന്നെ സ്കൾപ്ചർ 400 ഉണ്ട്. അതൊരു പുറത്തെ ബൈക്കാണ്, ഇതറിയില്ല. പിന്നെ ആനന്ദൂടെ FX1 ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ ബൈക്സ് വരുന്നത്. അടിപൊളി റോഡ്. സൈക്കിൾ പോകുന്നെങ്കിൽ മീറ്ററിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മീറ്ററിലേക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 കിലോമീറ്റർ പെർ ആവറേജിലാണ് പോകുന്നത്.
ഇതെന്താ സ്വർഗോ? അപ്പോൾ നമ്മൾ ഏകദേശം കോട്ടക്കൽ എത്തിയിട്ടുണ്ട്. കോട്ടക്കൽ നമുക്ക് ഇവിടെ സ്കൂളിലാണ് റൂം. സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സ്വീകരിക്കാൻ വന്ന് മൊത്തം നാട്ടുകാരാണ്. ഇതൊക്കെ നമ്മളെ സ്വീകരിക്കാൻ വന്നവരാണ്. അതിന് ഭയങ്കര സന്തോഷം. ഒന്നുമില്ല, ഇവിടെ വരുന്ന ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നുള്ള പരിചയമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളോട് ഈ ആശയത്തോട് ചേർന്ന് അവരുടെ സന്തോഷം പങ്കുവെക്കും. അതിനുവേണ്ടി ഈ പരിപാടികൾ നമുക്ക് അവിടെ നിന്നൊരു മൊമെൻ്റോ ഒക്കെ തന്നു. അപ്പോൾ നമ്മൾ ഫൈനലി സ്കൂളിലെത്തി. ഇവിടെ നമ്മുടെ റോഷൻ ബ്രോയുടെ ഒരു സ്ട്രെച്ചിങ് സെക്ഷനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും സ്ട്രെച്ച് ചെയ്യാണ്. സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നിവിടെ സ്റ്റേ ആണ്. നാളെ രാവിലെ ഇവിടുന്ന് നേരെ തൃശ്ശൂരേക്ക് സ്റ്റാർട്ട് ചെയ്യണം. റൂട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അവിടെ കുറച്ച് സ്വീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികൾ കൂടുതലുണ്ടായിരുന്നു. എന്തായാലും യാത്ര അടിപൊളിയായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഒരു ഉദ്യമം, നമ്മുടെ ഒരു ലക്ഷ്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പരിപാടി നടത്തിയ എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരുണ്ടായിരുന്നു, കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.